ഹായ് എവ്രിവൺ. നമ്മള് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മുടെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റോസ് മെത്തേഡിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഷോർട്ടേജ് ഒക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോ മാധവ് ഇൻഡസ്ട്രീസ് ബാംഗ്ലൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് കൊച്ചിൻ to which goods are invoiced cost plus 25%. ഇതൊക്കെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം തന്നെയാണ്. എത്രയുടെ കോസ്റ്റ് ഇതിന്റെ മേലെ കോസ്റ്റിന്റെ മേലെ 25% ആണ് ഗുഡ്സ് ഇൻവോയ്സ് ചെയ്യുന്നത്. അത് നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയാത്ത കാര്യം എന്താണ്? കോസ്റ്റ് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. എല്ലാ ഇതിന്റെയും കാര്യങ്ങൾ പറയുന്നത് എത്ര രൂപക്കാ? 25% എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? 25%. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കോസ്റ്റിന്റെ മേലുള്ള 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവോയ്സിന്റെ മേലിൽ എത്ര രൂപയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ കോസ്റ്റ് നമുക്കറിയോ? ഇല്ല. കോസ്റ്റ് അപ്പൊ 100 ആയിട്ട് എടുക്കുക. കോസ്റ്റ് 100. മാർക്കപ്പ് അല്ലെങ്കിൽ ലോഡിംഗ് എമൗണ്ട് എത്ര? ലോഡിംഗ് എമൗണ്ട് 25. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് 125. ഇനി 25/125 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് ചെയ്യും? വരും. അത് 25/125 into 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ പെർസെന്റേജിലും വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഗുഡ്സ് റിസീവ്ഡ്, അതായത് ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് ആണ്. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് പറഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. റിട്ടേൺഡ് ഗുഡ്സ്, റിട്ടേൺ ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തു. സ്റ്റോക്ക് ഓപ്പണിംഗ് ഉണ്ട്, ക്യാഷ് സെയിൽ ഉണ്ട്, ക്രെഡിറ്റ് സെയിൽ ഉണ്ട്, ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഉണ്ട്, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് കളക്ട് ചെയ്തത്, ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്സ്, റിട്ടേൺ, റെന്റ് റേറ്റ്സ്, ബ്രാഞ്ചിന്റെ ഓഫീസ് എക്സ്പെൻസ്, പിന്നെ എന്തുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് തന്നിട്ടില്ല. അത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ കാണേണ്ടതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞത്? നെസസറി ലെഡ്ജർ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ ലെഡ്ജറും നമ്മൾ ഉണ്ടാക്കുക. ബ്രാഞ്ച് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് എക്സ്പെൻസ്, ബ്രാഞ്ച് പേ ആൻഡ് എല്ലാം കൂടെ. ഇനി നമ്മൾ ഫസ്റ്റ് പിന്നെ ഓപ്പണിംഗ് ബാലൻസസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ്, ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് 6,000 രൂപ നമ്മൾ കൊടുത്തു. സ്വാഭാവികമായിട്ടും ഇതിൽ ലോഡിംഗ് എമൗണ്ട് ഉണ്ടാവും. അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് വരണം. അതെങ്ങനെ കിട്ടിയത്? നമ്മുടെ 6,000 ഇൻറ്റു 20%, അല്ലെങ്കിൽ 6,000 ഇൻറ്റു 25/125. ഓക്കെ, അങ്ങനെ ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? അടുത്തത് എന്താടാ? ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് 7,200. അത് ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അടുത്തത് നമുക്ക് എന്താണ്? ഓപ്പണിംഗ് കഴിഞ്ഞു. ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്, അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയുന്ന ഈ സാധനം. എന്തായാലും ഹെഡ് ഓഫീസിൽ, ബ്രാഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്സ് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് സൈഡിൽ എഴുതണം? ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. എന്നിട്ട് ഇതിന് ഓപ്പോസിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ക്രെഡിറ്റ് സൈഡിൽ ഈ എമൗണ്ട് കൊണ്ടെഴുതുക. അതിനുശേഷം ഇതിന്റെ ലോഡിംഗ് എമൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ നിന്ന് പോരണം. അത് 20% പറയുമ്പോൾ 1,20,000 ഉണ്ടാവും. സോറി, 60,000 അല്ലേ? അപ്പൊ 12,000 ഉണ്ടാവും അല്ലെ? ഓക്കെ, അതിന് പുറമെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ 12,000 ഈ ഇതുവഴി റെക്കോർഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റോക്കിൽ ചെയ്തു. ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ്. ഈ 6,000 ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിന്റെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് എന്താണ്? എലിമിനേറ്റ് ചെയ്യാണ്. അതിനുശേഷം അതെന്ത് ചെയ്തു? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് ആ എമൗണ്ട് നമ്മൾ കൊണ്ടുവന്നു. ഇനി നമ്മൾ അടുത്തതെടുക്കാം. എന്താണ്? സ്റ്റോക്ക് അല്ല, റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ഇൻവോയ്സ് പ്രൈസിലുള്ള റിട്ടേൺ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ബ്രാഞ്ച് സ്റ്റോക്ക് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്ത് പറഞ്ഞാൽ ബ്രാഞ്ച് സ്റ്റോക്ക് കുറയണം. നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആയ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ഇനി നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ഡെബിറ്റ് സൈഡിൽ ഈ എന്ത് ചെയ്ത്? ബ്രാഞ്ച് സ്റ്റോക്ക് 1,200 എഴുതി. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ എന്ത് ചെയ്യണം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ലോഡിംഗ് എമൗണ്ട് ആദ്യം ഇവിടുന്ന് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഓക്കെ, എന്നിട്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളത്. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ക്യാഷ് സെയിൽസ് ആണ് ഇനി എടുക്കാനുള്ളത്. ക്യാഷ് സെയിൽ 20,000 രൂപ ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം, ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന എമൗണ്ട് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കാരണം ക്യാഷ് സെയിൽ ഇടുന്ന ഇനി സ്റ്റോക്കിൽ എമൗണ്ട് ഉണ്ടാവില്ലല്ലോ. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. അടുത്ത എടുക്കുക, ക്രെഡിറ്റ് സെയിൽ ആണ്. ക്രെഡിറ്റ് സെയിൽ 2 സ്ഥലത്ത് വേണം. ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കൂടണം ക്രെഡിറ്റ് സെയിൽ എടുത്തു കഴിഞ്ഞാൽ. അതേപോലെ ബ്രാഞ്ച് സ്റ്റോക്ക് കുറയും വേണം. ബ്രാഞ്ച് സ്റ്റോക്ക് കുറയണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ബ്രാഞ്ച് ഡെറ്റേഴ്സ് കൂടണമെങ്കിൽ ബ്രാഞ്ചിന്റെ ഡെറ്റേഴ്സിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്, ക്യാഷ് കളക്ടഡ് ഫ്രം ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയണം. ഡെറ്റേഴ്സിന്റെ ബാലൻസിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 32,000 എഴുതി. ഓക്കെ. ഇനിയുള്ളത് എന്താണ്, ഡിസ്കൗണ്ട് അലോട്ട് ടു ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തു പറഞ്ഞാൽ അത് നമ്മൾ ജേർണൽ എൻട്രി എന്താ, ബ്രാഞ്ച് എക്സ്പെൻസസ്. ബ്രാഞ്ച് എക്സ്പെൻസസ് നല്ലപോലെ ശ്രദ്ധിക്കണേ. ബ്രാഞ്ച് എക്സ്പെൻസസ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ബ്രാഞ്ച് എക്സ്പെൻസസ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് 600 രൂപ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ 600 ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ബ്രാഞ്ച് എക്സ്പെൻസിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം, ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 600 വരണം. അടുത്ത ബാഡ് ഡെറ്റ് ആണ്. ഇതും ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് വരണം. ആ രീതിയിൽ നമ്മളത് റെക്കോർഡ് ചെയ്തു. അത് ബ്രാഞ്ച് എക്സ്പെൻസസിലേക്കും കൊണ്ടുവന്നു. ഇനി എന്താ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച്. അപ്പൊ എന്ത് ചെയ്യണം, ബ്രാഞ്ച് സ്റ്റോക്ക് കൂടണം. ഒന്ന് ബ്രാഞ്ച് സ്റ്റോക്ക് കൂടണം. രണ്ടാമത്തെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ത് ചെയ്യണം, കുറയണം റിട്ടേൺ ചെയ്തതുകൊണ്ട്. അപ്പം ബ്രാഞ്ച് സ്റ്റോക്ക് കൂട്ടി. എങ്ങനെ കൂട്ടി, റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് കൂട്ടി. ഇനി ആ എമൗണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ എന്ന് പറഞ്ഞ എന്ത് ചെയ്യണം, 800 കൊടുക്കണം. ഓക്കെ. ഇനി അടുത്ത് എന്താടാ, ഇത് എക്സ്പെൻസ് ആണ്. ബ്രാഞ്ച് എക്സ്പെൻസ് കൊടുത്തു എന്നല്ലേ, ഹെഡ് ഓഫീസാ കൊടുത്തത്. അപ്പൊ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടു ക്യാഷ് ആണ്. അപ്പൊ ആദ്യം ബ്രാഞ്ച് എക്സ്പെൻസിൽ ഈ എമൗണ്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. ഇനി അടുത്ത് എന്താടാ, ബ്രാഞ്ച് ഓഫീസ് എക്സ്പെൻസ്. ഇതും ഇതേപോലെ തന്നെ ഓഫീസ് എക്സ്പെൻസ് ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് അല്ലേ, അത് എന്ത് ചെയ്യണം, ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ. ഇനി അടുത്ത് എന്താണ്, സ്റ്റോക്ക്. ഇൻവോയ്സ് പ്രൈസിലുള്ള സ്റ്റോക്ക് 12,000 ഉണ്ട്. അപ്പൊ ഈ പണികളൊക്കെ നമ്മൾ എടുക്കണം. എന്തൊക്കെ പണികൾ, ആദ്യം നമ്മൾ ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ 12,000 എഴുതി. ഓക്കെ. ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിൽ ഈ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് ഈ 12,000ന്റെ ഈ 2,400 20% നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു. ഇപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാൻ പോവാണ്. ക്ലോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് ക്ലോസ് ചെയ്ത് നോക്കുക. ക്രെഡിറ്റ് സൈഡിൽ 69,200 ഉണ്ട്. എന്നാൽ പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ട് 69,200 വരണം. പക്ഷെ ഇവിടെ എത്ര ഉള്ളത്, ഇവിടെ എത്ര ഉള്ളത്, 66,800 ഉള്ളൂ. അപ്പൊ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്ക് നമ്മുടെ എന്തുകൊണ്ട് 69,200 ആണ് ഉള്ളത്. പക്ഷെ ഇവിടെ 69,200 ഇല്ല. ഓക്കെ. അപ്പൊ അതിനർത്ഥം എന്താണ്, ഇവിടെ എന്തോ കാരണത്താൽ സ്റ്റോക്ക് കൂടി കിടക്കുന്നുണ്ട്. നമുക്കത് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാത്തതുകൊണ്ട് അത് സർപ്ലസ് പറയാൻ പറ്റുള്ളൂ. ഈ സർപ്ലസ് എന്ത് ചെയ്യണം, സർപ്ലസിലെ ശ്രദ്ധിക്കുക, സർപ്ലസിലെ ലോഡിംഗ് എമൗണ്ട് എവിടുന്ന് പോകണം, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് പോകണം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് പോകണം. കോസ്റ്റ് എമൗണ്ട് എവിടുന്ന് പോകണം, എവിടേക്ക് പോകണം, ബ്രാഞ്ച് പി ആൻഡ് എൽക്കും പോകണം. ഓക്കെ. അപ്പൊ 2,400ന്റെ കോസ്റ്റ് 20% എന്ന് പറയുമ്പോൾ 480 രൂപ. 480 രൂപ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലും പോകണം. ബാക്കി എമൗണ്ട് 1,920 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആ എമൗണ്ട് ബ്രാഞ്ച് പി ആൻഡ് എൽക്കും പോകണം. അതാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. 480 സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലും പിന്നെ ബ്രാഞ്ച് പി ആൻഡ് എല്ലിൽ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് 1,920 കൊടുത്തു. ഓക്കെ. അപ്പൊ സർപ്ലസിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എടുക്കുക. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എടുത്തിട്ട് ടോട്ടൽ ചെയ്യാം. 13,680 ആണുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെയും 13,680 വരണം. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ, 2,640 ഉള്ളൂ. അപ്പൊ ബാക്കി നമ്മുടെ ബ്രാഞ്ചിന്റെ പ്രോഫിറ്റ് ആണ്. ഇതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രാഞ്ച് പി ആൻഡ് എൽക്ക് പോകണം. ഓക്കെ. അപ്പൊ ബ്രാഞ്ച് പി ആൻഡ് എല്ലിൽ ഇത്രയും കാര്യങ്ങൾ വന്നു. ഇനി നമുക്ക് ബ്രാഞ്ച് എക്സ്പെൻസിന്റെ ലെഡ്ജർ എടുക്കാം. ബ്രാഞ്ച് എക്സ്പെൻസ് ലെഡ്ജർ ക്ലോസ് ചെയ്യാം. അപ്പം ബ്രാഞ്ച് പി ആൻഡ് എൽക്ക് ഈ എക്സ്പെൻസ് ഫുൾ എന്ത് ചെയ്യണം, പോകണം. അങ്ങനെ ബ്രാഞ്ച് പി ആൻഡ് എൽ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രാഞ്ച് പി ആൻഡ് എല്ലിന്റെ ലെഡ്ജർ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ബ്രാഞ്ച് പി ആൻഡ് എൽ ലെഡ്ജർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് എന്ത് ചെയ്യണടാ, ഇത് ജനറൽ പി ആൻഡ് എല്ലിലേക്ക് എമൗണ്ട് പോകണം. അടുത്ത എന്താ, ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സ് നോക്കുക. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഏറ്റവും കൂടുതൽ എവിടെ ഉള്ളത്, ഡെബിറ്റ് സൈഡില് 43,200 ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൽ അപ്പൊ സ്വാഭാവികമായിട്ടും 43,200 എഴുതണം. പക്ഷെ ഇവിടെ ആകെ എന്താ ഉള്ളത്, 33,800 ഉള്ളൂ. അപ്പൊ ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ട്, 9,400. ഈ എമൗണ്ട് എന്ത് ചെയ്യണം, ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞ ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇനി നമുക്ക് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാണ്ട്. അത് ടോട്ടൽ ചെയ്യുമ്പോൾ ബാക്കി ബാലൻസ് എവിടേക്ക് പോകണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ പോകണം. ഇത്ര ഇതൊക്കെ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതോടുകൂടി ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് നല്ല രീതിയിൽ ചെയ്തു പോകാം.
ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.